അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാൻ മുബാറക് ടു ഓൾ. ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് റമദാൻ സ്റ്റാർട്ടായല്ലോ. ഇപ്പോൾ സമയം പുലർച്ചെ 4:30 ആയി. 5:20 സംതിങ് ആണ് ബാങ്ക്. ഇപ്പം അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീച്ചതാണ് കേട്ടോ. അപ്പം എന്താ അറിയില്ല, എന്തോ ഒരു ഹാപ്പിനെസ് തോന്നുന്നു. ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നോമ്പ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായതുകൊണ്ട് സോ സാഡ്. അപ്പം ഇപ്രാവശ്യം മാക്സിമം എടുക്കാൻ നോക്കും. ഇപ്പം അതിന് വേണ്ടിയും ആദ്യത്തെ ഒരു നോമ്പും പിറന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ സോ ഹാപ്പിയാണ്. അപ്പം നമുക്ക് വേഗം അത്താഴം കഴിക്കാം. എല്ലാവരും ഇവിടെ ഉറങ്ങുന്ന കേട്ടോ, കാണിക്കുന്നില്ല. അതിന് ലുക്കിയോ നല്ല ഉറക്കമാണ്. ഇപ്പോൾ ലുക്കാനെ വിളിക്കണം അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് വേഗം അത്താഴം കഴിക്കാം, എന്നിട്ട് കാണാം. ഓക്കെ, അരിപ്പത്തി ലാൻഡ് ചിക്കൻ കറി നമുക്ക് കഴിക്കാം. അപ്പം അത്താഴമൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാട്ടോ ഉള്ളത്. അപ്പം ബാങ്ക് കൊടുക്കും. ഇപ്പോൾ 5:10 ആയിട്ടുള്ളൂ. ഇപ്പോൾ 5:20 ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് കുറച്ച് ഖുർആനൊക്കെ റിസൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കും. അതൊന്നും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കാതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിസ്കരിക്കുന്നതും ഖുർആൻ റിസൈറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാം. കണ്ടോ, കിളികളൊക്കെ സൗണ്ടാക്കി തുടങ്ങി. എനിക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഇവിടെ മാങ്ങ മരത്തിൽ രാവിലെ ഇങ്ങനെ കിളികൾ വന്ന് നിൽക്കും. മാവ് ആയിട്ടുണ്ട്, ചെറുങ്ങനെ മാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കിളികൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്. എല്ലാ വീട്ടിലും ലൈറ്റ് ഓണാണ്. ബാങ്ക് വിളിച്ചു. ഇനി നിസ്കരിച്ച് ഖുർആനൊക്കെ റിസൈറ്റ് ചെയ്തിട്ട് കിടക്കണം ചാല. അപ്പോൾ നമുക്കിന്ന് ഉറങ്ങി എണീച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഇപ്പോൾ 5:30 ആയിപ്പം നിസ്കരിച്ചിട്ട് കിടക്കണം. ഓക്കെ, അതിനിപ്പോൾ എണീച്ചിട്ട് ഫുള്ള് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് മോർണിംഗ് ആണോ? ഓക്കെ, എണീച്ചിട്ട് കാണാം. ഓക്കെ, ഇതിപ്പോൾ ബൈ. ഗുഡ് മോർണിംഗ്. അപ്പം എണീറ്റിട്ട് കുറച്ച് സമയമായി. ഇപ്പം 11 മണി കഴിഞ്ഞു. അപ്പോൾ യുക്ക് ഓഫീസിൽ പോയി, അതിന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ ഈവനിങ്ങത്തെ സ്നാക്സ് റെഡിയാക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാം. ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഉമ്മ. ഇനിയും ഉള്ളി ഇതാക്കണം. പിന്നെ ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ അവിടെ പഴം പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഇന്ന് ഇവിടുന്നല്ല, എൻ്റെ വീട്ടിൽ നിന്നല്ല നോമ്പ് തുറക്കുന്നത്, ലൂക്കാൻ്റെ വീട്ടിൽ നിന്നാണ്, നെയ്ച്ചോറിനാണ് കേട്ടോ. കാരണം എനിക്ക് നാളെയും മറ്റന്നാളൊക്കെ പോകാൻ പറ്റത്തില്ല, ക്ലാസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ തറാവി നിസ്കരിക്കാൻ പോയിട്ടാണ്. നമ്മുടെ നെയ്ബേഴ്സൊക്കെ ആയിട്ടൊരു വീട്ടിൽ മാഷാഅല്ലാ നല്ലൊരു ഇതേനു. തറാവിയൊക്കെ നിസ്കരിച്ച് ഇന്ന് മുതൽ അവിടെ ഇമാമ് വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു ഹാഫിള് പഠിക്കുന്ന ഒരു കുട്ടി ഇമാമായിട്ട് വരും. ഇപ്പോൾ ഇന്നലെ നമ്മളെ നെയ്ബർ തന്നെയാണ് ഇമാമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്.
ഇറ്റ് വാസ് സോ ഗുഡ്, നൈസായിരുന്നു. ഒരു എന്താ പറയുക, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അബൌട്ട് 10 ഉണ്ടെന്ന് തോന്നുന്നു, 10-15 അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ട് നിസ്കരിക്കാൻ. അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും പറ്റത്തില്ല, ഞാൻ നെയ്ച്ചോറായിരിക്കും. അപ്പോൾ നാളെ ഇവിടെ നിസ്കാരം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു വീട്ടിൽ നിന്നാണ്, ഇവിടെ കുറച്ച് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് നിസ്കാരം. അപ്പം അങ്ങനെയൊക്കെ, അപ്പം ഇപ്പോഴത്തെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻ കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഏച്ചൂരിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏച്ചൂരാണ് ഇന്ന് നോമ്പ് തുറ. ഉമ്മ ഉണ്ടാക്കുന്ന കടികളുടെ കുറേ ഭാഗം എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ക്ലിപ്സ് എടുത്തത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഉമ്മ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മൾ ലേറ്റായി, ഇപ്പോൾ വന്നതേ ഉള്ളൂ ഓഫീസ് കഴിഞ്ഞിട്ട്. ഭയങ്കര ചൂടായോണ്ട് എന്താ നിങ്ങളെ നോമ്പ് ഇങ്ങനെയുണ്ട്? ജസ്റ്റ് നോമ്പ് എന്താ അറിയില്ല, നോമ്പായത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ടയർഡ്നെസ് അല്ലേ. നോമ്പായത് കൊണ്ട് മാഷാഅല്ലാ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഓക്കെ, അതിന് ഇന്ന് പുതിയ ഡ്രസ്സ് എടുത്തത്. ഞാൻ ഡ്രസ് കളക്ഷൻ വീഡിയോയിൽ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചാൽ അതിലൊന്നാണ് ഇത്. കുറച്ച് ഇത് ലൂസാണ്, ബട്ട് സ്റ്റിൽ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇട്ടിട്ട്. പിന്നെന്താ, ഇപ്പം ഞാൻ അധികം എന്താ പറയുക, നോമ്പിനും ഇങ്ങനെ ഖുർആന് സാധാ പോലെ റിസൈറ്റ് യാസീന് അങ്ങനെ കുറച്ച് സൂറത്ത് ഓതുന്നല്ലാണ്ട് കത്തമായിട്ട് ഓതുന്നില്ല. അപ്പം ഇതിന് മുന്നേ ഉള്ളൊരു കൊല്ലം മാത്രമാണ് ഞാൻ കത്തം ഫുൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ കൊല്ലം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇക്കൊല്ലം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 604 ആ ഖുറാനിൽ പേജ് തോന്നുന്നല്ലേ, 604 ആണെന്ന് തോന്നുന്നു ഖുറാനിൽ പേജസ് ഉള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഓരോ നിസ്കാരം ഓരോ പ്രയറിൻ്റെ സമയത്തും 5 അല്ലെങ്കിൽ 10 പേജ് വെച്ച് ഓതും. അപ്പം നമുക്ക് എന്താ, ആസ് എ വുമൻ നമുക്ക് എന്തായാലും ഫുൾ നോമ്പ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ അതനുസരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് മുന്നേത്തെ കത്തം തീർത്തത്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു നോമ്പിനും ഇൻഷാ അല്ലാഹ് ഒരു കത്തം തീർക്കണം എന്നുണ്ട്. അപ്പം അതുപോലെ ഓതിയാൽ നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റും. അത് അതിന് നല്ല ഉറക്ക് വന്നിട്ട് പകുതി ഇങ്ങനെയുള്ളത്. അവള് വണ്ടി കയറിയാൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഉറക്കാൻ ഭയങ്കര ഇതാണ്, ഉറക്കേയില്ല, അവർക്ക് ഭയങ്കര കുറവാണ്. അവർക്ക് കാറിൽ കയറി അവൾ ഉറങ്ങും. പിന്നെ അവള് തൊട്ടിലൊക്കെ എടുത്തി ഇങ്ങനെ നമ്മൾ ആട്ടിക്കൊടുത്താലും അവൾ ഉറങ്ങും. അല്ലാണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ ഉറങ്ങുകയേ ചെയ്യില്ല. നമ്മൾ കുറേ ഇതാകും അല്ലേ, കുറേ സമയം ഒരു 2 മണിയൊക്കെ ആവുന്നുണ്ടാവുള്ളൂ ഒന്ന് ഉറങ്ങാൻ. അത് ഉറങ്ങിയാൽ തന്നെ ഒരു 1.5 മണിക്കൂർ ഉറങ്ങുള്ളൂ, പിന്നെ ഒരു 4 മണി. ആദ്യമൊക്കെ ജനിച്ച സമയത്തേനും അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പം പിന്നെയും റിപ്പീറ്റഡ്ലി അങ്ങനെ തന്നെയാണ് ഇപ്പം അവളുള്ളത്. അപ്പം എനക്കും ഉറക്കില്ല. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ അത്താഴത്തിന് എണീച്ചിട്ട് അത്യാവശ്യം കഴിയുന്ന പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ കഴിയുന്നതും വെള്ളം നല്ലോണം കുടിച്ചിട്ട്, മിക്കവാറും ഇവിടുത്തെ ചൂടും അങ്ങനെ തന്നെ. കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ
നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് വാട്ടർമെലൻ്റെ സർബത്ത് ഉണ്ടായിരുന്നു, പിന്നെ സമൂസ, പിന്നെ പരിപ്പിൻ്റെ അട, പിന്നെ കായ്കട, പിന്നെ ഒബ്വിയസ്ലി ഈത്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ നട്ട്സ്, ബദാം, കാഷ്യൂ, അത്തിപ്പഴം, അക്രോട്ട്, അങ്ങനെ കുറച്ച്, പിന്നെ ടാങ്കോ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇപ്പം ബാങ്ക് കൊടുത്തു. അങ്ങനെ ലൂക്ക നോമ്പ് മുറിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് സക്സസ്ഫുള്ളി ഫസ്റ്റ് റമളാൻ കംപ്ലീറ്റായി. നോമ്പ് തുറന്ന് നിസ്കരിച്ച് പോയി എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനിവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് ഡിന്നറും കൂടി കഴിച്ചിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ. കാരണം നാളെ ക്ലാസ് ഉണ്ടല്ലോ. പിന്നെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ വരുമ്പോഴത്തേക്കും ഉമ്മ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കായ്കട, സമൂസ, പിന്നെ വാട്ടർമെലൻ്റെ ഒരു സർബത്തും പിന്നെ ടാങ്കും ആണ് ജ്യൂസായിട്ട് വെച്ചിട്ടുണ്ടായത്. വാട്ടർമെലൻ്റെത് എനിക്കിപ്പോൾ കുടിക്കണം. ഞാൻ ചായയും ടാങ്കും ഇങ്ങനെ കുറച്ച് സ്നാക്സും കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, പിന്നെ താഴെ പോയി ആ ഒരു സർബത്തും കൂടി കൊടുക്കണം. ചൂടായതുകൊണ്ട് ഫുഡിനേക്കാളും നമുക്ക് ദാഹമാണ്. എനിക്ക് ഇങ്ങനെ വെള്ളം വാട്ടറി ആയിട്ടുള്ള സംഭവങ്ങൾ കുടിക്കാനാണ് ഇപ്പം കൂടുതൽ ഇഷ്ടം ഫുഡിനേക്കാളും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുടിക്കുമല്ലോ. മെയിനായിട്ട് നമ്മൾ ജ്യൂസ് അല്ലെങ്കിൽ ടാങ്ക് അങ്ങനത്തെ എല്ലാം കുടിക്കാം. അപ്പം അങ്ങനത്തത് ഇനിയിപ്പം വാട്ടർമെലൻ്റെ അത് കുടിക്കണം. അപ്പം ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നെ ഉണ്ടാവുക. ഓക്കെ, പോലെ എല്ലാ ഭയങ്കര കരച്ചിലും കുർത്തക്കേടും എല്ലാം ആണ്. അപ്പം അവളെ തന്നെ മിററിൽ നോക്കിയത്. അതിനിങ്ങോട്ടൊക്കെ ഭയങ്കര കരച്ചിലാണ്. എന്താ അറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഈ ഒരു വാട്ടർമെലൻ്റെ സർബത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് മധുരമൊക്കെ ആയിട്ട് അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. അവൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത്. പിന്നെ നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സേ തിന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോ നട്ട്സ് ഇങ്ങനെ തിന്ന് അതിനും എന്നെ നോക്കിയിരിക്കുന്ന കേട്ടോ. അതവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവളിങ്ങനെ എന്നെ ഇടങ്ങാറാക്കി കൊണ്ടിരിക്കുന്ന അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിന്നറിന് അരിപ്പത്തിലും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഉക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം 10:15 അപ്പം അതിന് ഇവിടെ ഉണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. അതിനിവിടെ ഉറങ്ങി എണീച്ചതാണ്. നമ്മളിപ്പോൾ കയറിയ സമയത്ത് അവളെ എണീച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അരിപ്പത്തിലും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചു. ഇപ്പം ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം പ്രത്യേകിച്ചിട്ടൊന്നുമില്ല അല്ലേ. ഇതില്ല നമ്മള് അപ്പൊ മെയിനായിട്ട് നമ്മള് എല്ലാ റമളാനും മെയിനായിട്ട് നമ്മൾ കാണുന്നതാണ് കണ്ണൂരിലെ സിറ്റി. ഓക്കെ, അപ്പം കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ണൂർ സിറ്റിയിലെ ഫുഡ് ഫെസ്റ്റിവൽ. അതന്നെ കണ്ണൂരില് എന്താ പറയാ, അതന്നെ കണ്ണൂരിൽ
എവിടെ നിന്നല്ലോ ഇപ്പൊ തലശ്ശേരി ആവട്ടെ, കാസർഗോഡ് ആവട്ടെ, അധികം അങ്ങനെ സിറ്റിയിലുള്ള ഒരു വൈബ് വേറെ എവിടെ അല്ലെ, വേറെ എവിടെയും ഇല്ലല്ലോ. അത്രക്കും നല്ല സെറ്റപ്പില് അടിപൊളിയായിട്ട് അവർ ചെയ്യും. അപ്പം തറാവിക്ക് ശേഷം അധികം ആൾക്കാരും എന്താ സിറ്റിയിൽ പോവും, അവിടുത്തെ ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് കുറേ ആയി എന്താ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ പറയാ വലിയ ഉള്ള ഒരു ഇതുണ്ടായിട്ടില്ല അല്ലേ, പ്രഗ്നന്റ് ആയതുകൊണ്ട്. ആക്ച്വലി കഴിഞ്ഞ നോമ്പും പെരുന്നാളൊക്കെ പ്രഗ്നൻസിയിൽ അങ്ങനെ പോയതുകൊണ്ട്, പിന്നെ നമ്മുടെ ഹജ്ജ് പെരുന്നാളും അതൊക്കെ ഭയങ്കര ടയേർഡാക്കിയ ഒരു സംഭവമായിരുന്നു. കാരണം ഞാൻ ലാസ്റ്റ് മന്ത് എന്താ പറയുക പ്രസവിക്കാനൊരു ഡെലിവറിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് അതൊന്നും ഇപ്പം അയിനുവിൻ്റെതും ഫസ്റ്റാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഫസ്റ്റ് പെരുന്നാളും നോമ്പൊക്കെ ആയിരുന്നു ആഫ്റ്റർ മാരേജ്. ഇപ്പം അയ്യും കൂടി ഉണ്ട് ഇൻഷാല്ലാ. ഇപ്പം പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കാനുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്ന വഴി സിറ്റി വഴി പോയി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിച്ചത് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങള്. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിറ്റി ഇൻഷാല്ലാ ടൈം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് കാര്യങ്ങൾ സിറ്റിയില് അതൊക്കെ കാണിച്ചതല്ലേ. അവിടുന്ന് നമ്മള് അധികം കാറിൽ തന്നെയാണ് കഴിക്കാറ്. പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇറങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങല് നമ്മളില്ല, എന്നാലും പറ്റുന്ന പോലെ കാണിച്ചിടാം. ഓക്കെ, അപ്പൊ നമുക്ക് സിറ്റിയിലെത്തിയിട്ടാണ്. താഴത്തെരുവ, ഇത് താഴത്തെരു വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇവിടുന്ന് മുതലാണ് സ്റ്റോള് ഉണ്ടാവേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മള് ഇന്നലെ കണ്ടിട്ടില്ല, ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ചില സമയത്ത് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പം ചില സ്ഥലത്തൊക്കെ സ്റ്റോള് വരുന്നേ ഉണ്ടാവും അല്ലെ. അപ്പം 2-3 days എടുക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഏതെല്ലാം സ്റ്റോൾ ഓപ്പൺ ആയത് ഈ ഏരിയയിൽ ഇപ്പം എവിടെയും കാണുന്നില്ല. അപ്പൊ നമുക്ക് എന്താ നോക്കാം. യൂണിവേഴ്സിറ്റിയാ നമ്മൾ ഇന്നലെ പോയിട്ടില്ല പുറത്തൊന്നും, അതുകൊണ്ട് നമുക്ക് സ്റ്റോള് കാര്യങ്ങള് എവിടെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. ഇതും തുറന്നിട്ടില്ല അല്ലേ, ഇതാണ് ചാമ്പിക്കോ കബാബ് സ്റ്റോൾ. ക്ലിയർ ഉണ്ടോ കണ്ടോ, ഇങ്ങനെ കുറച്ച് സ്റ്റോളാണ്. ഇതിലും അടിപൊളിയായിട്ടാണ് സിറ്റിയിൽ ഉണ്ടാവാറ്. നമുക്ക് സിറ്റിയിലെത്തിയിട്ട് നോക്കാം. സിറ്റിന്ന് ഏകദേശം ഒരു 15 minutes അങ്ങനെ ഉള്ളു അല്ലേ നമ്മളെ വീട്ടിലേക്ക്. 15 ഇല്ല, 5 10 minutes. 1 kilometer ഉള്ളൂ നമ്മളെ വീട്ടിലേക്ക്. അപ്പൊ ഇവിടെയും സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഇത് താഴത്തെ ഒരു കട്ടിങ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അവര് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ തോന്നല്ലേ. ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇത് സെയിം ആളതാന്ന് തോന്നുന്നു അല്ലേ, രണ്ടാ. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് നെക്സ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടോ. ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇങ്ങനൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അല്ലേ. എല്ലാം ഒന്ന് സ്റ്റാർട്ട് ആവണം. അത്ര ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട്. ഇവിടൊക്കെ സ്റ്റോളൊക്കെ വരുന്നതേ ഉള്ളൂ കണ്ടോ എല്ലാം. പക്ഷെ ഇവിടെ നല്ല ആൾക്കാരാണ് കണ്ടോ, നല്ല ആൾക്കാരാണ്. എവിടെ? യെസ്, ഇതാണ് മെയിൻ ആയിട്ട് ഡെക്കറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് തറവാട് റംസാൻ. അള്ളാന്റെ റബ്ബേ, ഞാൻ വീഡിയോ എടുക്കുന്നടാ കണ്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ കല്യാണം പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
കണ്ടോ കണ്ടോ, അടിപൊളി സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് അഹമ്മദ് തട്ടുകട. ഇത് ഇവിടെ നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഇത് നല്ല അടിപൊളി ഡെക്കറേഷൻ ആണ്. ഓൾറെഡി 6 stalls ഇപ്പൊ ഇവിടെ ഉണ്ട്. നല്ല പാർക്കിംഗ് വിശാലതയോട് കൂടിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സിറ്റിയില് മെയിൻ ആയിട്ട് എന്താ സ്റ്റോൾ വരുന്ന ഏരിയ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് അവര് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൂടി കഴിയണം. 2 ദിവസം കൂടി കഴിഞ്ഞാലേ അത് ഓപ്പൺ ആവുള്ളൂ. ചില സ്ഥലത്തൊക്കെ ഓപ്പൺ ആയല്ലേ, ചില സ്ഥലത്തൊക്കെ ഓപ്പൺ ആയി. അവിടെ 6 stalls ഉണ്ട്. ആ 6 stalls ആകെ 2 ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളൂ. 6 stall 2 ഓപ്പൺ ആയി. പക്ഷെ ആ ഓപ്പൺ ആയ സ്ഥലത്ത് നല്ല ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഡേ ആയിട്ടും അപ്പൊ നല്ല ആൾക്കാരുടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ റമളാൻ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഓക്കെ ഗൈസ്, ബൈ.